ഗുഡ് മോർണിംഗ് ഗൈസ്. ഇപ്പോൾ സമയം പരപരാ വിളക്കുന്നു. പലരുടെ ഒരു ചിന്താഗതിയുണ്ട്, ജോലിക്ക് പോണവർക്ക് ഭയങ്കര സുഖമാണെന്ന്. വീക്കെൻഡ് ആവുമ്പോൾ ജോലിക്ക് പോണവരുടെ ഒറ്റയ്ക്കുള്ളവരുടെ വീടിന്റെ അവസ്ഥ ഏകദേശം ഇതുപോലെ ആയിരിക്കും. നിങ്ങളിപ്പോൾ കാണുന്നില്ലേ, ഇതൊക്കെ അടുക്കി പെറുക്കി വെക്കണം എന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ദിവസം മതിയാവാതെ വരും. ആകെ അലങ്കോലമായിട്ടാണ് കിടക്കുന്നത്. ഇത്രയൊക്കെ പണിയുണ്ടായിട്ടും ചിലരുടെ ഒരു കുത്തിയ ചോദ്യമുണ്ട്, നിനക്കൊക്കെ എന്താ പണി, രാവിലെ പോവുക വൈകിട്ട് വരിക, എന്ത് സുഖമല്ലേ, സുഖമല്ലോ, സുഖജീവിതം. നിങ്ങളൊക്കെ ഒരാഴ്ച എടുക്കുന്ന പണി ഞാനൊരു ദിവസം ഒറ്റയ്ക്ക് എടുക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു വീട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അത് ജോലിക്ക് പോണവർക്കായാലും വീട്ടിലിരിക്കുന്നവർക്കായാലും സെയിം എഫേർട്ട് തന്നെയാണ്. അപ്പോൾ ഇനി അതുമാത്രമല്ല, ഈ പണിയൊക്കെ കഴിച്ച് വെച്ചിട്ട് വേണം വല്ല ഫങ്ഷൻ ഉണ്ടെങ്കിൽ അതിനൊന്ന് മുഖം കാണിക്കാൻ. സാധാരണ രീതിയിൽ ഫങ്ഷനൊക്കെ ഈ ജോലിക്കാർ ലേറ്റായി ചെല്ലുമ്പോൾ പറയുന്ന ഒരു പഴംപുരാണുണ്ട്. അവർക്ക് ജാട കൊണ്ടാണ്, അവർ മനഃപൂർവ്വം നേരം വൈകി വരുന്നവരാണ്, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യേണ്ടിയിരുന്നു വിചാരിച്ചിട്ട് അതിന് നേരം വൈകി വരുന്നവരാണ് എന്നൊക്കെ ഒളിഞ്ഞും തെളിഞ്ഞും പറയുന്നവരാണ് പലരും. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കഷ്ടപ്പാട് ഞങ്ങൾക്കേ അറിയുള്ളൂ. ഞങ്ങൾ മനഃപൂർവ്വം ലേറ്റ് ആവുന്നതല്ല. ഞങ്ങളുടെ വീട്ടിൽ ആകെ കിട്ടുന്ന ഒരു ദിവസത്തിൽ ഞങ്ങളുടെ വീട്ടിലെ ജോലികൾ മുഴുവൻ കഴിച്ചു വെച്ചിട്ട് വേണം നിങ്ങളുടെ വീട്ടിലോട്ടൊന്ന് വരാൻ. അത് മനഃപൂർവ്വം ലേറ്റ് ആക്കുന്നതല്ല, ലേറ്റ് ആയി പോകുന്നതാണ്. ഇതൊക്കെ പെൻഡിങ് വെച്ച് കഴിഞ്ഞാൽ പിന്നെയും 1 വീക്ക് ഇത് തന്നെയാണ് ഞങ്ങൾക്ക് സെയിം റൊട്ടീന് വരുന്നത്. അതുകൊണ്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വലിയ പാടായിരിക്കും. ദയവ് ചെയ്ത് ഇനിയെങ്കിലും ഇങ്ങനെയുള്ളവർ വരുമ്പോൾ ഒളിഞ്ഞും തെളിഞ്ഞും ഇങ്ങനെ കുറ്റപ്പെടുത്താതിരിക്കുക. നിങ്ങളെപ്പോലുള്ള മനുഷ്യർ തന്നെയാണ് അവരും. ഇത് ആരെയും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല കേട്ടോ, ഇതൊരു കോമൺ ടോക്ക് പറഞ്ഞതാണ്. ഇനി ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, എൻ്റെ ഒരുവിധം എല്ലാ ഭാഗങ്ങളും അലങ്കോലമായി കിടുന്നതൊക്കെ അലങ്കാരമാക്കി മാറ്റിയിട്ടുണ്ട് ഞാൻ. എൻ്റെ മാക്സിമം എഫേർട്ട് ഉപയോഗിച്ച് എൻ്റെ വീട് ഞാൻ വീടാക്കി മാറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഫോളോ ചെയ്യണം. അതിനുശേഷം നമ്മൾ നല്ല മൊഞ്ചത്തിയായിട്ട് വന്നിട്ടുണ്ട്. ആകെ ഒരു സൺഡേ കിട്ടുന്നത്, അത് മാക്സിമം നമ്മളുടെ വീട്ടിൽ സ്പെൻഡ് ചെയ്ത് ബാക്കിയുള്ള സമയം നമ്മളുടെ ഫാമിലിയായിട്ട് ഒന്ന് ഔട്ടിങ് പോകാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ പോയിട്ട് വരാം. ടാറ്റ, ബൈ, സീ യു.